എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എരിശ്ശേരിയാണ്. എരിശ്ശേരി പല സാധനങ്ങൾ കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കും. പച്ചക്കറികളെല്ലാം കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കും. മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കും. പല വിധത്തിലുണ്ടാക്കും. പല സാധനങ്ങൾ കൊണ്ടും ഉണ്ടാക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേന എരിശ്ശേരിയാണ്. ചേന മാത്രം. ചേനയുടെ കൂടെ വേറെ ഇട്ട് വെക്കുന്നതുണ്ട്. പക്ഷേ ഇവിടെ ചേന എരിശ്ശേരി മാത്രം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചേന ഞാൻ കഴുകി വൃത്തിയാക്കി, തൊലിയെത്തി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ചേക്കുക. കാര്യം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചേനയാകുമ്പോൾ നമുക്കറിയത്തില്ലല്ലോ ചൊറിയോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്കാണ് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. അത് ഞാൻ തിളപ്പിച്ച് ഊറ്റി വെച്ചേക്കുക. പിന്നെ അതിന് വേണ്ടത് എൻ്റെ കൂട്ടത്തിൽ വൻപയർ വേവിച്ച്, അതൊരു 3/4 വേവേ ആയിട്ടുള്ളൂ. നന്നായിട്ട് വേവിച്ചിട്ടില്ല. അത് വേവിച്ച് വെച്ചേക്കുകയാണ്. ഒന്നിനും ഇട്ടിട്ടില്ല. പിന്നെ അതിന് വേണ്ടുന്നത് അരയ്ക്കാൻ വേണ്ടുന്നതിന് അരപ്പ്: തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അതിന് വേണ്ടുന്ന അരപ്പിനുള്ള സാധനങ്ങൾ. പിന്നെ കടുക് വറക്കാനായിട്ട് കടുക്, ജീരകം, ചുവന്നുള്ളി, എണ്ണ, കറിവേപ്പില, ഉണക്കമുളക്, തേങ്ങായും വറുത്ത് ചേർക്കുന്നത്. പിന്നെ പച്ചമുളക് നമുക്കതിൻ്റെ കൂട്ടത്തിലിട്ട് വേവിക്കാനുള്ളതാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിക്കാനുള്ളതാണ്. പിന്നെ ഉപ്പ്. ഇത്രയാണ് സാധനങ്ങൾ. നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ചേന അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ചേനയും ഈ വൻപയറും കൂടെ കിടന്നോട്ടെ. കാര്യം ഇത് 3/4 വേവേ ആയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ വേവിച്ചിട്ടുള്ളൂ. അതിൽ ഒരുപാട് വേവിച്ചില്ല. പിന്നെ പയർ വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി. കാര്യം കുരുമുളകൊക്കെ അരയ്ക്കുന്നുണ്ട്, പിന്നെ അരപ്പിൻ്റെ കൂടെ അരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് മുളക് പൊടി നമുക്ക് ഇത്രയും ചേർത്താൽ മതി. പച്ചമുളക്, നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി. ഉപ്പ് നമുക്ക് പിന്നിട്ട് കൊടുക്കാം. ചേനയല്ലേ, ചേന ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പിടാം. അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് നോക്കാം. ചേന ആയതുകൊണ്ട് വേവാൻ നമുക്ക് ഇച്ചിരി ഉപ്പ് കല്ലിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പുകല്ലാണ് വാങ്ങിക്കുന്നത്. ഉപ്പുകല്ല് വാങ്ങിച്ചതിന് അത്യാവശ്യത്തിന് ഇച്ചിരി ഞാൻ ചെറിയ മിക്സിയുടെ ബൗളിൽ ഇട്ട് ഞാൻ പൊടിച്ചു വയ്ക്കും. കാര്യം നമുക്കപ്പം വിശ്വസിച്ച് ഉപയോഗിക്കാമല്ലോ. അല്ലെങ്കിൽ ഉപ്പ് പൊടി ശരിയാകത്തില്ല. അതുകൊണ്ട് ഉപ്പ് കല്ല് ഞാൻ പൊടിച്ചു വയ്ക്കുക. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ ഇതൊന്നിരുന്ന് വെന്തോട്ടെ. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഞാൻ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു. കാര്യം അല്ലെങ്കിൽ മൺചട്ടിയല്ലേ, അടിച്ചു പിടിച്ചുണ്ടോ. നമുക്കത് ഈ അരപ്പിട്ട് കൊടുക്കാം. അരപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെളുത്തുള്ളി, ജീരകം, ഒരു 2 കുരുമുളക്, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇത്രയാണ് സാധനങ്ങൾ. പിന്നെ വെളുത്തുള്ളി ഒരുപാടൊന്നും ചേർക്കരുത്. വെളുത്തുള്ളി ഒന്ന് നമുക്കൊരു ടേസ്റ്റിനും മാത്രം. ഒത്തിരി ചേർത്ത് ചുവയ്ക്കും. നമുക്ക് ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നേരിട്ട് വെള്ളം ഒഴിക്കരുത്. ഇനിയിപ്പോൾ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നല്ല ഇങ്ങനെ ഒഴിക്കാവുള്ളൂ വെള്ളം. അത് ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം ആറിപ്പോയി, അതുകൊണ്ടാണ്. ഇതൊന്ന് വേവട്ടെ.
നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം കടുക് വറുത്ത് തേങ്ങയൊക്കെ ഇടണ്ടേ, അപ്പോഴത്തേക്ക് ഇതൊന്ന് കുത്തി ഉടച്ച് വേണം നമുക്ക് വെക്കാൻ. നമുക്ക് ഇതങ്ങോട്ട് തീ ഉറച്ച് വെച്ചിട്ട് ഇതങ്ങോട്ട് ഇറക്കി വെക്കാം. നമുക്ക് എരിശ്ശേരിക്ക് കടുക് വറക്കാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇത് സാധാരണ കടുക് വറക്കുന്ന പോലെ വറുത്താൽ പോരാ, നമുക്ക് തേങ്ങയൊക്കെ വറുത്തെടുക്കണം. ചുവന്നുള്ളി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. കഴിയുമ്പോൾ നമുക്കിത് മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മുളക്, പിന്നെ ഇതിന് ഏറ്റവും പ്രധാന ഇതാണ് ജീരകം. ജീരകം നമ്മൾ അരപ്പിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു മണവും രുചിയൊക്കെ കിട്ടുന്നത് ഈ ജീരകം. പിന്നെ ചുമന്നുള്ളി, നമുക്ക് ചുമന്നുള്ളിയോടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ തേങ്ങ. ഇതിന് എന്തുമാത്രം ഇടാവോ അത്രയും നല്ലതാണ്. നമ്മുടെ തേങ്ങ നന്നായിട്ട്, കാര്യം ചേനയാകുമ്പോൾ ചേന തന്നെയല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഇച്ചിരി തേങ്ങ അരയ്ക്കാനും ഇച്ചിരി ഇതായിട്ട് വേണം. ചിലർ അരയ്ക്കാൻ കുറച്ചേ എടുക്കത്തുള്ളൂ. ഞാൻ ഇച്ചിരി അരയ്ക്കാനും കൂടുതലെടുത്തു, വറക്കാനും ഇച്ചിരി ലേശം കൂടുതൽ. എത്രമാത്രം വറുത്തിടുന്നോ അത്രയും ടേസ്റ്റാണ് എരിശ്ശേരിക്ക്. അതേത് എരിശ്ശേരിയാണേലും. ഈ ജീരകം ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ജീരകം നമ്മൾ ഇടുന്നത്. ജീരകം അരച്ചെങ്കിലും ഈ അരപ്പിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതൊന്ന് മൂത്ത് വരട്ടെ. അതുകൊണ്ട് തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് ഞാൻ ഇതാക്കിയിട്ടില്ല. നമുക്ക് ഒരുപാട് എണ്ണ ശരീരത്തിന് ആരോഗ്യത്തിന് കേടല്ലേ. അതുകൊണ്ട് ഞാൻ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ചാൽ പെട്ടെന്ന് മൂക്കും. പക്ഷേ ഇത് ഞാൻ ഒരുപാട് നേരം ഇട്ട് ശരിയാക്കി എടുത്തതാണ്. അതുപോലെ ചുവന്നുള്ളി നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് ചുവന്നുള്ളി ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയുടെ ഒരു കുത്തല ചോയം വരത്തില്ല. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഒരു അല്ലി വെളുത്തുള്ളി അരച്ചാൽ മതി. ഞാൻ 2 അല്ലി വെളുത്തുള്ളി അരച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന എരിശ്ശേരിയിലേക്ക് നമുക്ക് ഒഴിക്കാം. നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അങ്ങനെ പോഷക സമൃദ്ധമായ നമ്മുടെ ചേന എരിശ്ശേരി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ചേനയെന്ന് പറയുമ്പോൾ നല്ല ശരീരത്തിന് ഗുണമുള്ള സാധനം കൂടെ അല്ലേ. നമുക്കൊന്ന് ഉപ്പ് നോക്കിയേക്കാം. ഉപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ചേന എരിശ്ശേരി റെഡി.